കാവിൽ ഒരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞ് ഓടി വരുന്ന സുന്ദർ. അത് വിശ്വസിക്കാതെ ഈശ്വറും രാഹുലും. ഒടുവിൽ സുന്ദറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈശ്വറും രാഹുലും കാവിനടുത്തേക്ക് പോകുന്നു. ഇത് മറഞ്ഞു നിന്ന് കാണുന്ന ദക്ഷകി. ബാംഗ്ലൂരിൽ വെച്ച് വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഈശ്വരനും സംഘത്തിനും പങ്കുണ്ടെന്ന് ഉണ്ണി നമ്പൂതിരി പോലീസിൽ പരാതിപ്പെട്ടതനുസരിച്ച് നാഗമടത്ത് മനയിൽ പോലീസ് എത്തുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറയുന്ന രേണുക. ഇതേ ചൊല്ലി രേണുകയോട് കയർത്ത് സംസാരിക്കുന്ന ഉണ്ണി. അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുന്ന സ്വാതി. അവളെ പിന്തുടരുന്ന ദക്ഷകി. ഇനി തുടർന്ന് കാണുക. സ്വാതി പാമ്പ് കുത്തി. സ്വാതിനെ പാമ്പ് കുത്തിന്നോ? നിനക്കെന്താ തലക്ക് വല്ല സുഖമില്ലേ? സ്വപ്നമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സ്വപ്നം കാണൽ നിനക്കല്പം കൂടുതലാ. ഉച്ച കഴിഞ്ഞവൻ കൂർക്കം വലിച്ച് ഉറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇവൻ മിനിമം ഒരു നാഗത്തെങ്കിലും സ്വപ്നം കാണുമെന്ന്. കുറച്ച് നേരത്തേക്ക് അവനെ തനിച്ചു വിട്ട് അപ്പ കിടന്ന് ഉറങ്ങിക്കളയും. നീ ഇങ്ങനൊരു ടൈപ്പായി പോയല്ലോടാ. അളിയാ, നമ്മൾ ഉച്ച കഴിഞ്ഞ് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് നിന്റെ ഈ നാഗപുസ്തകത്തിലുണ്ടോ? എടാ, സ്വപ്നങ്ങൾ നടക്കുന്നതും നടക്കാതിരിക്കുന്നതും സ്വപ്നം കാണുന്ന ചില സമയങ്ങളുടെ കണക്ക് പ്രകാരമാണ്. അല്ല, ഇനി ഞാൻ കണ്ട സ്വപ്നം എങ്ങാനും ഫലിക്കോടാ? അല്ല, നീ സ്വപ്നങ്ങളെ കുറിച്ചും റിസർച്ച് ചെയ്യുന്ന ആളല്ലേ? അല്ല, നീ ഇപ്പൊ എന്ത് സ്വപ്നം കണ്ടത്? എടാ, ഒരു ഉഗ്ര മൂർഖം പാമ്പ് പുറകിലൂടെ വന്ന് സ്വാതി ആഞ്ഞു കൊത്തി. എടാ, അവള് കുളത്തിൽ കുളിക്കാൻ തനിച്ചു പോയപ്പോഴാണ് അങ്ങനെ സംഭവിച്ചേ. കൊള്ളാം. സ്വാതി കുളത്തിൽ കുളിക്കാൻ തനിച്ചു വന്നു. നടന്നു തന്നെ. ആ സ്വപ്നത്തിൽ നീ വേറെ ആരെങ്കിലും കണ്ടോ? നിനക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും? ആ, കണ്ടളിയാ. സാരി എടുത്തൊരു പെണ്ണിനെയും കണ്ടളിയാ. ഏത് പെണ്ണ്? മറ്റേ ആ നാഗസുന്ദരിയോ? എടാ, മുഖം എനിക്ക് അങ്ങനെ കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ഓ, ഏതെങ്കിലും മുഖമില്ലാത്ത നാഗസുന്ദരി ആയിരിക്കും. എടാ രാഹുലെ, നീ ഇങ്ങനെ ചുമ്മാ ഒരുമാതിരി ആക്കല്ലോ. ഡാ, ഇനി ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ നീ സ്വപ്നം കണ്ട നിന്നെ പിടിച്ച ഏതെങ്കിലും ഒരു മൂർഖം പാമ്പിന്റെ കൂട്ടിലടക്കും. അവന്റെ ഓരോരോ സ്വപ്നങ്ങള്. ഹായ്, എന്താ ഇവിടെ ഒരു ബഹളം? എടാ, ഇതാ നിൽക്കുന്നു സ്വാതി. ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? അതെന്താ എന്നെപ്പറ്റി സുന്ദറിനൊരു ടെൻഷൻ? ഒന്നുമില്ല സ്വാതി, ഇവൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞ. സ്വപ്നോ? എന്ത് സ്വപ്നം? സ്വാതി, നീ സൂക്ഷിക്കണം. ഡാ, നീ വെറുതെ ഇവളെ കൂടി പറഞ്ഞ് പേടിപ്പിക്കലേ. എടാ, അത് ഇവള്. ആ, ഇപ്പൊ മനസ്സിലായി. സുന്ദർ, നിന്റെ ഈ പാമ്പിനോടുള്ള പേടി മാറ്റണം. ഇവിടത്തെ പാമ്പ് നമ്മളെ ഒന്നും ചെയ്യില്ലടാ. നമ്മള് വൈഷ്ണവിയുടെ ഫ്രണ്ട്സ് ആന്ന് ഇവിടത്തെ പാമ്പിന് നന്നായിട്ട് അറിയാം. എന്നാലും ഇനി ഇമാതിരി കാര്യങ്ങളെങ്ങാ നീ പറഞ്ഞ നിന്നെ ഞങ്ങള് സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കും, കേട്ടല്ലോ? കാവിൽ കണ്ട പെണ്ണ് ശരിക്കും ആരായിരിക്കും? വെറുതെ തൊഴാൻ വന്നവൾ എന്തിനാണ് കൊലുസിട്ട് കിലിക്ക് അതിലെ ഓടിയത്? അവൾ ആരായാലും എന്നെ ആകർഷിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തത്. ഇനി കല്യാണിയാണോ? പക്ഷേ അവള് പിന്നീടാണല്ലോ അവിടെ വന്നത്. ഇവനെന്താ തനിയെ സംസാരിച്ചു നടക്കുന്നേ? വട്ടാണോ? ഇവനെന്തോ തകരാറുണ്ട്. ഹലോ, എപ്പോഴും ഇങ്ങനെ എന്തിനാ ആളെ പഠിപ്പിക്കുന്നേ? അതെന്താ?
പേടിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ സുന്ദരനെ ആലോചിച്ചുകൊണ്ടിരുന്നത്? സുന്ദരനാ? തെറ്റിദ്ധരിക്കില്ലേ സുന്ദര, ഞാൻ നിന്റെ പേരാണ് വിളിച്ചത്. തെറ്റിദ്ധരിക്കാൻ ഒന്നുമില്ല, ഞാൻ സുന്ദരൻ തന്നെയാ. അല്ല, എന്ത് സ്വപ്ന കണ്ടോണ്ട് നടക്കുന്നത്? അത് ആ കാവിൽ കണ്ട പെണ്ണിനെ ആയിരിക്കുമല്ലേ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കല്യാണി, സത്യം പറ, നീ എന്നെ പറ്റിക്കരുത്. ആ കാവിനകത്തൂടി ഓടിയ പെണ്ണ് നീയല്ലേ? ഞാനോ? ആ. ഞാനെന്തിനാ ഓടുന്നത്? പിന്നെ ആ കിലുക്ക് എന്തിന്റെ ആയിരിക്കും? ഞാൻ ആ പെണ്ണിനെ കണ്ടതല്ലേ, പറഞ്ഞിട്ട് ആരും ഒട്ടും വിശ്വസിക്കുന്നുമില്ല. ഇവനൊരു പേടിത്തൊണ്ടനാണെന്ന് തോന്നുന്നു. കാവിൽ കാറ്റടിച്ച് മണികിലക്കമുണ്ടായപ്പോ ഇവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഇവന്റെ പേടി മാറ്റിയിട്ട് തന്നെ കാര്യം. സുന്ദര, എന്തോ? നീ ശരിക്കും ഒരു പെണ്ണിനെ കണ്ടായിരുന്നോ? കണ്ടു. മുഖം അറിയോ? മുഖം അറിയാമെങ്കിൽ പിന്നെ ഞാൻ നിന്നെ സംശയിക്കോ? ഏതായാലും നീയല്ല, പിന്നെ ആരായിരിക്കും? ചിലപ്പോ നീ കണ്ടത് ദക്ഷകിയായിരിക്കും. ദക്ഷകിയോ? അതാ പിള്ളേര് പറഞ്ഞ നാഗപ്പെട്ടിൽ ഒളിച്ചിരിക്കുന്ന പാമ്പല്ലേ? ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോഴൊക്കെ ആ ദക്ഷകി പുറ്റിന്ന് പുറത്തു വരും. അവള് കാവിന് ചുറ്റും കറങ്ങി നടക്കും. അവളെ ആയിരിക്കും നീ കണ്ടത്. ആ ദക്ഷകിയെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരൊക്കെയോ കണ്ടതായിട്ടാണ് പറയുന്നത്. ഇവിടെ ആരും കണ്ടിട്ടില്ല. ആണോ? അതുകൊണ്ടല്ലേ രാത്രി ആരും കാവിലേക്ക് പോവരുതെന്ന് പറയുന്നത്. ദക്ഷകിയുടെ യാത്രാസമയം രാത്രിയിലാണെന്നാ പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? ആ, ഈ ദക്ഷകി എന്താ ചെയ്യാ? ദക്ഷകി ഉഗ്രവിഷമുള്ള നാഗമല്ലേ. ഒരാളെങ്ങാനും അവളുടെ കണ്ണിന് മുന്നിൽ പെട്ടാൽ പിന്നിലൂടെ ഉഗ്രനാഗമായി എഴഞ്ഞു വന്ന് ആഞ്ഞു കൊത്തും. നീ പേടിപ്പിക്കില്ലട്ടോ. അതുകൊണ്ട് രാത്രിയിൽ ഇനി സൂക്ഷിച്ചു വേണം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ. മനസ്സിലായോ? ആ, എന്നെ ഞാൻ സൂക്ഷിച്ചോളാം, നിന്നെ നീ സൂക്ഷിച്ചാ മതി. ഇങ്ങ് കൊണ്ടുവാ. ഞാൻ കണ്ട പെണ്ണ് ദക്ഷകിയായിരിക്കോ? ഏയ്, ആയിരിക്കില്ല. കല്യാണി വെറുതെ ആളെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലോ? ഏയ്, ഇനി അത് സത്യമാണെങ്കിലോ? അയ്യോ, അല്ല, ഉണ്ണിയേട്ടനായിരുന്നോ? എന്താടാ നിനക്ക് കല്യാണിയായിട്ടൊരു കൊഞ്ചലും കുഴയലും? ചേട്ടാ, കല്യാണിയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. കല്യാണിയല്ല, ഇവിടുത്തെ ആരോടെങ്കിലും ആവശ്യമില്ലാതെ അടുപ്പം കാണിച്ചാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. ഉണ്ണിയേട്ടാ, ഞാൻ കല്യാണിയോടൊരു കാര്യം ചോദിച്ചതല്ലേ? നീ അങ്ങനെ ഒരു കാര്യം ചോദിക്കണ്ട, പ്രത്യേകിച്ച് ലേഡീസിനോട്. മനസ്സിലാടാ? ഈ കാലമാടൻ ദക്ഷകേക്കാളും മുറ്റാണെന്ന് തോന്നുന്നു. എന്താടാ, നീ വല്ലതും പറഞ്ഞോ? ഞാൻ ദക്ഷകയെ പറ്റി പറഞ്ഞതാ. ഉണ്ണിയേട്ടാ, മുത്തശ്ശൻകാവിൽ ദക്ഷക ഇറങ്ങി നടക്കാറുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? നീ എന്തിനാടാ അതൊക്കെ അറിയുന്നേ? അല്ല, ദക്ഷകി പുറകിലൂടെ വന്ന് നമ്മളെ കൊത്തുമെന്ന് പറഞ്ഞു കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ദക്ഷകൻ നിന്റെ പുറകിലൂടെ വന്നല്ല, ചിലപ്പോ നിന്റെ ഉച്ചിലും കൊത്തും. നേരാണോ ഉണ്ണിയേട്ടാ? ഇത്ര പേടിയുണ്ടെങ്കിൽ നീ എന്തിനാടാ ഇവിടെ താമസിക്കുന്നത്? നീ നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് പോടാ. പിന്നെ കാര്യം ചോദിക്കാനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കല്യാണിന്നല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പുറകെ നിന്നെ കണ്ടാ നീ എന്തിനാടാ വെറുതെ ആ കുളത്തിലെ വെള്ളം കുടിച്ച് വയറ് ചീത്തയാക്കുന്നേ? ഈ മനയ്ക്കും മനയിലെ മുഴുവൻ ആളുകൾക്കും എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അതുറപ്പാ. എടാ ഈശ്വരേ, വന്ന് വൈഷ്ണവി ഒന്ന് തനിച്ചു കാണാൻ പറ്റാത്ത അവസ്ഥയായല്ലോടാ. ഇനി അവൾ സിറ്റിയിലേക്ക് എന്ന് വരുമെന്നറിയില്ല. എടാ, ഇവിടത്തെ പുതിയ പൂജാരണിയുടെ പടിയേറ്റ് ചടങ്ങുകൾ കഴിയാതെ അവക്ക് എങ്ങനെ സിറ്റിയിലേക്ക് വരാൻ പറ്റും? അല്ല, ഈ പൂജാരിയുടെ പടിയേറ്റ് നടക്കണമെങ്കിൽ നാഗത്തെ സ്വപ്നം കണ്ട പെണ്ണ് ആരാണെന്ന് അറിയണ്ടേ? അത് വൈഷ്ണവി തന്നെയല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ നടക്കും പടിയേറ്റ്? എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു കാര്യമില്ല. അവളുടെ തറവാട്ട് കാര്യങ്ങളിൽ അവക്ക് ഇടപെടണ്ടേ? അതിനിടയിൽ ആ സ്വപ്നം കണ്ടത് വൈഷ്ണവിയാണെന്ന് ഇവിടെ ഉള്ളവർ കണ്ടുപിടിച്ചാലോ? എന്നാ പിന്നെ നിന്റെ ജന്മം വഴിയാത്തരോ? ഡാ, നിനക്ക് ഞങ്ങളുടെ ജീവിതം തമാശയാണല്ലേടാ. നിന്റെ കാര്യത്തിന് പറ്റിയ സ്ഥലമാണല്ലോ ഇത്. നീ നാഗമണിക്ക് കണ്ടെത്തി അടങ്ങുള്ളൂ എന്ന് എനിക്കറിയാം. ആ നാഗമണിക്ക് ഒരിക്കലും കിട്ടില്ല. ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഓ, എടാ, ഞാൻ കാവിൽ കണ്ട കൊലുസിട്ട പെണ്ണിനെ തിരിച്ചറിഞ്ഞളിയാ. നീ ഇത്ര നേരം ഈ നാട്ടിലെ കൊലുസിട്ട പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കായിരുന്നോ? എടാ, സത്യമായിട്ടും ആ പെണ്ണ് ആരാണെന്ന് നിനക്കറിയോ? ആരാ? എടാ, അവളാ ദക്ഷകി. എന്ത് ദക്ഷകിയാ? എടാ, അന്നാ കൊച്ചു കുട്ടികൾ നമ്മളോട് പറഞ്ഞ ഓർമ്മയില്ലേ?
ദക്ഷയ്ക്ക് കാവില് ചില സമയത്ത് ഇറങ്ങി നടക്കാറുണ്ടെന്ന്. എടാ, ആ സമയത്താ ഞാൻ കണ്ടത് അവളെ. അത് ശരി. അപ്പോ നീ ദക്ഷകയാണ് കണ്ടത് ആ, അല്ലേ? അതെ. ഇക്കാര്യം ആരാ നിന്നോട് പറഞ്ഞത്? പറഞ്ഞതാരാന്ന് അവിടെ ഇരിക്കട്ടെ, എനിക്ക് ഉറപ്പുണ്ട് ദക്ഷയ്ക്ക് അത്. എടാ എടാ അവള് ദക്ഷയ്ക്ക് ആയതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് വന്നപ്പോ അവൾ അപ്രത്യക്ഷമായത്. എടാ, ദക്ഷയ്ക്ക് നമ്മുടെ പുറകിലൂടെ വന്ന് പാമ്പായി മാറി ആഞ്ഞു കൊത്തൂടാ. അതാണ് അവളുടെ മായാശക്തി. അപ്പോ അന്ന് രാത്രി നീ സ്വപ്നത്തിൽ കണ്ട മുഖമില്ലാത്ത പെണ്ണ് ദക്ഷകയാണോ? ആണെന്നാണ് എന്റെ സംശയം. കുളക്കടവിൽ വെച്ച് സ്വാതിയെ കൊത്തിയതായി നീ സ്വപ്നം കണ്ട നാഗവും ദക്ഷകയാണോ? അതെ. എന്താ സംശയം? ഇനി എങ്ങനെ നീ ഇങ്ങനെ പറഞ്ഞാ നിന്റെ മണ്ടൻ തലയാൻ തല്ലിപ്പൊടിക്കും. എടാ, പോത്ത് പോലെ വളർന്നിട്ടും 5 പൈസയുടെ ബോധം ഉണ്ടോ നിനക്ക്? എടാ രാഹുലേ, നീ എന്നെ കൂടുതൽ കളിയാക്കണ്ട. എടാ, നാഗപൗർണമി ദിവസം നാഗസുന്ദരിമാര് നാഗപ്പുറ്റിന് ഇറങ്ങി വന്ന് നൃത്തം ചെയ്യുന്നില്ലേ ദേ ഈ ഇരിക്കുന്ന ഈശ്വര പറഞ്ഞത്? അത് നീ മറന്നുപോയോ? എടാ സുന്ദരേ, എന്നിട്ട് അന്ന് രാത്രി നീ ഏതെങ്കിലും നാഗസുന്ദരിയെ കണ്ടോ? അതില്ല. അപ്പൊ പിന്നെ നമ്മള് പാമ്പിനെ കണ്ടെന്ന് ഓടിയതോ? എടാ, ഇനി ഞാനൊരു സത്യം പറയാം. നാഗസുന്ദരി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇവൻ പറയുന്നത് കേട്ടോ. അന്ന് രാത്രി നിങ്ങളെല്ലാവരും കൂടി എന്റെ കൂടെ വരാൻ ഞാനൊരു നമ്പർ ഇട്ട് നോക്കിയതല്ലേ. ഓഹോ, അപ്പൊ പിന്നെ നാഗസുന്ദരി എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരിക്കും. ആ നാഗപ്പുറ്റില് ദക്ഷകി ഇല്ലായിരിക്കും. എടാ, ആ പുറ്റിൽ ദക്ഷകയൊന്നുമില്ല, പക്ഷെ നാഗമാണിക്കുണ്ട്. അത് ഇതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗപ്പുറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എടാ, നാഗമാണിക്കം ഉണ്ടെങ്കിൽ ദക്ഷകി ഉണ്ടാ. നിങ്ങക്ക് രണ്ടുപേർക്ക് ഈ നാഗത്തിന്റെ കാര്യമില്ലാതെ വേറൊന്നും പറയാനില്ലേ? അവന്റെ ഒരു ദക്ഷകിയും ഇവന്റെ ഒരു നാഗമാണിക്കവും. ഇവനെന്താ പറ്റിയേ? അവനെ വൈഷ്ണവിയെ കാണാൻ പറ്റാത്തതിന്റെ ഏനക്കേടാ. ഓ, അത് ദഹിക്കുമ്പോ അങ്ങ് മാറിക്കോളും. നീ വാട സുന്ദര. എന്തുവാടേ? പോടാ. എന്റെ കുലം തകർത്ത മനുഷ്യരുടെ വംശത്തെ ഒന്നൊന്നായി ഞാൻ നശിപ്പിക്കും. അതിനു മാത്രമാണ് ഈ ദക്ഷകിയുടെ തിരിച്ചുവരവ്. ദക്ഷകിയുടെ കാര്യം ഈ രേണുവിടത്തിയോട് ചോദിച്ചാലോ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ രേണുവിടത്തി പറയും. പക്ഷെ എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കും? രേണുവിടത്തിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുമോ? എങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ഇവനാള് കൊള്ളാലോ. വായി നോക്കി നോക്കി ഇവിടെ എത്തിയോ? അയ്യോ, നീയായിരുന്നോ പിന്നെയും പേടിപ്പിക്കാനായിട്ട്? എന്താ അവിടെ നിന്നൊരു ഒളിച്ചുനോട്ടം? എന്താ പ്രശ്നം? ഞാൻ വന്നപ്പോ ഈ സുന്ദരൻ എവിടെയെന്ന് രേണുവെടുത്തി ഒളിഞ്ഞു നോക്കുക. അയ്യേ, എന്തുവാടി? ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമല്ല. പിന്നെ പിന്നെ രേണുവിടത്തിയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എന്നോട് എന്ത് കാര്യം സുന്ദറിന് ചോദിക്കാനുള്ളത്? അത് പിന്നെ ചോദിക്ക് സുന്ദർ. ദക്ഷകിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കാൻ വന്നേ. ദക്ഷകിയുടെ കാര്യോ? ദക്ഷകിയുടെ എന്ത് കാര്യം? ശരിക്കും ദക്ഷകി എന്നൊരു സംഗതി കാവിലുണ്ടോ? ഇയാള് കാവിലൊരു പെണ്ണിനെ കണ്ടു എന്ന് പറയുന്നു. അപ്പ തുടങ്ങിയ സംശയ. സുന്ദറിന് ഇവിടുത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? വൈഷ്ണവിയോട് ചോദിച്ചാ പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. വൈഷ്ണവിയോട് ചോദിച്ചാ ഫ്രണ്ട്സ് അറിയും. ഫ്രണ്ട്സ് അറിഞ്ഞാ എന്നെ കളിയാക്കി കൊല്ലും. രേണുവടത്തി ആവുമ്പോ സത്യം മാത്രമല്ലേ പറയൂ. അല്ലെങ്കിലും ഈ മുഖം കണ്ടറിയാം സത്യസന്ധമായ മുഖമാണെന്ന്. എന്താ ഇപ്പൊ അറിയേണ്ടത്? ദക്ഷകിയെ പറ്റിയായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായിട്ടില്ല. ഇല്ല, നീ പറഞ്ഞത് എനിക്ക് തീരെ വിശ്വാസമായിട്ടില്ല. രേണുവടത്തി, ശരിക്കും ഈ ദക്ഷകിയുടെ പ്രശ്നം എന്താ? കേട്ടുകേൾവിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മനയിലെ ഒരു കാരണവർ കാവ് വൃത്തിയാക്കി ചപ്പുചവറുകൾ തീയിട്ടു അത്ര. അതിൽപ്പെട്ട് ഒരു പെൺസർപ്പവും ഒരു ആൺസർപ്പവും അവരുടെ കുഞ്ഞുങ്ങളും വെന്തു മരിച്ചു അത്രേ. ഓ, അക്കൂട്ടത്തിൽ ഒരു പെൺകുഞ്ഞു മാത്രം രക്ഷപ്പെട്ടു. ആ പെണ്ണാഗമാണത്രേ ദക്ഷകി.
അങ്ങനെയാണ് ആ ദക്ഷകി നാഗം കാവിനുള്ളിലെ പുറ്റിനകത്തായത്. അതെ, നാഗദേവിയാണ് ദക്ഷകിയെ അതിനുള്ളിൽ തളച്ചിട്ടിരിക്കുന്നത്. ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥയാ. അപ്പോ ദക്ഷകി ഇപ്പോഴും മുത്തശ്ശങ്കാവിലുണ്ടല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, രാത്രികാലങ്ങളിൽ ഈ മനയുടെ പുറത്തിറങ്ങി നടക്കരുതെന്ന്. കാവിലൂടെ എങ്ങാനും പോയാൽ ദക്ഷകി പിടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ രേണുവടുത്തി? രേണുവടുത്തി പറഞ്ഞാലേ വിശ്വാസം വരില്ലൂ. ശരിക്കും കാവിലെ ദക്ഷകിയുണ്ട്. സൂക്ഷിക്കണേ സുന്ദരാ. ഓ, ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാ ഞാൻ പോട്ടെ. കല്യാണി, നീ എന്തിനാ ആ പാവത്തിനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കണത്? ആ പേടിത്തൊണ്ടിന്റെ പേടിയൊന്ന് മാറ്റിയെടുക്കാനാ രേണുവടുത്തി. ഇതൊക്കെ എടുത്ത് തെക്കനയിൽ കൊണ്ടുവയ്ക്ക്. രേണുവടുത്തി, എന്തേ? എല്ലാരും പറയുന്നത് പോലെ ശരിക്കും ദക്ഷകി എന്നൊരു സംഗതി നമ്മുടെ മുത്തശ്ശങ്കാവിലുണ്ടോ? ചന്ദ്രാദിത്യ വിമർദ്ദനാ വിനാശകദക്ഷകീ ഇനിയും വൈഷ്ണവിയെ വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല. എന്നെ കാണാനാവാതെ അവൾ വിഷമിക്കുന്നുണ്ടാവും. നേരെ വൈഷ്ണവിയുടെ കെട്ടിലേക്ക് തന്നെ പോവാം. ഒന്ന് പോയി നോക്കിയാലോ? എന്താ രാഹുൽ? എടാ, ഞാൻ വൈഷ്ണവിയെ അവളെ കാണാനാണോ? എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ വയ്യ സ്വാതി. ഞാൻ വൈഷ്ണവിയുടെ കെട്ടിലേക്ക് ചെന്ന് അവളെ കാണാൻ പോവാം. എടാ വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോയി അബദ്ധമൊന്നും കാണിക്കണ്ട. നിനക്കും വൈഷ്ണവിക്കും കുഴപ്പാ. പിന്നെ അവൾ എന്താ പുറത്തു വരാത്തെ? എടാ, അവളുടെ മനസ്സിപ്പോ നല്ല മൂഡിലല്ല. ആ സ്വപ്ന ദർശനത്തിന്റെ പേരിൽ അവള് വല്ലാത്തൊരു മാനസിക വിഷമത്തിൽ പെട്ടിരിക്കുക. അവൾക്കെന്ത് മാനസിക വിഷമം ഉണ്ടായാലും ഞാൻ അറിയണ്ടേ? വേറെ ഒന്നുമല്ല രാഹുൽ, സ്വപ്നം കണ്ടയാൾ അത് തുറന്നു പറയാതിരുന്നാൽ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് രേണുവടുത്ത് എന്താ അവളോട് സംസാരിച്ചു. അതിനുശേഷം വൈഷ്ണവി വല്ലാത്ത ടെൻഷനിലാണ്. എടി, അവൾക്കൊരു സങ്കടം വരുമ്പോ ആശ്വസിപ്പിക്കേണ്ടവരല്ലേ ഞാൻ? ഞാനിവിടെ വെറുതെ നിൽക്കുക. എന്ത് കഷ്ടതയും ഇത്. ആരും കാണാതെ ഞാൻ അവളുടെ കെട്ടിലേക്ക് പോയിട്ട് വരാം. എടാ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പ്രോബ്ലംസ് നിന്ന് അവളൊന്ന് നോർമൽ ആയിക്കോട്ടെ. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. അത്രയും നേരം ഞാൻ അവളെ കാണാതിരിക്കോ? എന്നാ പിന്നെ നീ പോയി അവളെ കാണ്. അതോടെ നീ ഇവിടുന്ന് പുറത്താവും. ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ വൈഷ്ണവിയെ കൊണ്ടേ പോകൂ. എന്തു വന്നാലും ഞാൻ അവളെ കാണും. അപ്പൊ നീ എല്ലാ കാര്യം ഇവിടെയുള്ളവരെ അറിയിക്കാൻ പോവാണോ? എല്ലാവരും അറിയട്ടെ. വൈഷ്ണവിയെ ഞാൻ സ്നേഹിക്കുന്നു ഉറക്കെ പറയാൻ എനിക്ക് ഒരാളെയും പേടിയില്ല. രാഹുൽ പതുക്കെ പറ, ഇവിടെ ആരെങ്കിലും കേക്കും. നീ ഇപ്പൊ പോവല്ലേ? ഞാൻ പോവും. വൈഷ്ണവിയെ കാണും. ദാറ്റ്സ് ഇറ്റ്. ഇന്നിവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. എന്താ ഇപ്പൊ ചെയ്യാ? നീ അവളെ കാണുമല്ലേ? ഈ മനയ്ക്ക് മേൽ ദക്ഷകി നോട്ടമുള്ളപ്പോൾ ആരുടെ പ്രണയവും ഇവിടെ പോവണിയില്ല.
ചന്ദ്രാദിത്യവിമർദ്ദനാ എന്താ രാഹുൽ ആകെ വല്ലാണ്ടിരിക്കണു? അത് ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പാമ്പ് എന്നെ കൊത്താനായി വന്നു. ഇവിടുത്തെ നാഗങ്ങൾ മനുഷ്യരെ ഒന്നും ചെയ്യില്ല രാഹുൽ. നാഗത്തെ കണ്ടാൽ തൊഴുത് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്? എന്തിനാ ഭയന്നോടിയത്? അതൊന്നും ആ സമയത്ത് ഞാൻ ഓർത്തില്ലെന്നോടത്തി. അല്ല, രാഹുൽ എവിടേക്കാ പോയത്? അത് ഞാൻ അങ്ങോട്ടേക്ക് പോയതാ. എന്നാ പിന്നെ നാഗ ആ വഴിക്ക് തടസ്സായി വന്നതുകൊണ്ട് ആ വഴിക്ക് ഇന്നിനി പോണ്ട. അതെന്താ? നാഗത്താനല്ലേ രാഹുലിന്റെ വഴി മുടക്കിയത്? അതൊരു നിമിത്ത. അങ്ങനെ വന്നാ ആ വഴിക്ക് ഈ മനയിലുള്ളവരാരും പോവാറില്ല. പോവാതിരിക്കണതാണ് നല്ലത്. രാഹുൽ മുറിയിലേക്ക് പോയിക്കോളൂ. ശരി എന്നോടത്തി. രാഹുൽ എന്താ അങ്ങനെയൊരു നാഗത്തെ കണ്ടത്? സർവവിനാശകദക്ഷകീ